പാലക്കാട് മണ്ണാർക്കാട്ടെ നബീസ വധക്കേസിൽ ശിക്ഷാവിധി 3 മണിക്ക് ഉണ്ടാകും. നബീസയുടെ മകളുടെ മകൻ ബഷീറിന്റെ ഭാര്യ ഫസീല എന്നിവരാണ് കേസിലെ കുറ്റക്കാർ. ചീരക്കറിയിൽ വിഷം കലർത്തി നൽകി നബീസയെ കൊന്നുവെന്നാണ് കേസ്. അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകും. അരുൺ, ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് ശിക്ഷാവിധി എന്ന് അറിയാനായിട്ട്? ഇവർ കുറ്റക്കാരാണെന്നുള്ള കാര്യം നേരത്തെ ഇന്നലെ കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. അവിടെ കോടതി നടപടികൾ എങ്ങനെയാണ്? അക്ഷയ, അല്പസമയത്തിനകം ഈ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ഈ നബീസ വധക്കേസിൽ വിധി പറയും എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെയാണ് കോടതി അന്തിമവാദം കേട്ടത്. അതായത് പ്രതിഭാഗം പ്രത്യേകമായി അപേക്ഷിച്ചിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം കൂടി കേൾക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമവാദം കേട്ട കോടതി 3 മണിക്കായി ജഡ്ജി ജോമോൻ ജോസ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. 2016 ഈ കേസിന് ആസ്പദമായ സംഭവം. അതായത് മണ്ണാർക്കാട് സ്വദേശിയായ നബീസയെ പേരമകനായ ബഷീറും ഭാര്യ ഫസീലയും ചേർന്ന് വിഷം ചേർന്ന് കൊന്നു എന്നുള്ളതാണ് കേസ്. ഇവർ ഒരുമിച്ചായിരുന്നു താമസം. ശേഷം ചില തർക്കത്തെ തുടർന്ന് നബീസയെ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി. അത് വിജയിച്ചില്ലെന്ന് കണ്ടപ്പോൾ വായിലേക്ക് നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച വിഷം നൽകുകയായിരുന്നു. അങ്ങനെ ഈ നബീസയുടെ മൃതദേഹം ആര്യമ്പാവിലെ റോഡരികിൽ തള്ളുകയുമായിരുന്നു. നബീസയുടെ ബാഗിൽ നിന്ന് ഒരു ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചു. അതാണ് കേസിൽ വഴിത്തിരിവായത്. അതായത് ഈ എഴുത്ത് വശമില്ലാത്ത നബീസയുടെ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചതോടെയാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായത്. നാട്ടുകാരുടെയൊക്കെ ഈ പരാതിയുടെ നാട്ടുകാരാണ് ഇത്തരത്തിൽ നബീസയ്ക്ക് എഴുത്തുവശമില്ലാതിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എത്തുന്നതും. ഏകദേശം 9 വർഷങ്ങൾക്ക് ശേഷമാണ് നിർണായകമായ പ്രധാനമായ ഈ ഒരു കേസിലെ വിധി എന്തായാലും കോടതി പറയാനൊരുങ്ങുന്നത്. അക്ഷയ.